രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ആദ്യത്തെ പരാതിയല്ല, ഇത് മൂന്നാമത്തെ പരാതിയുമല്ല. അദ്ദേഹത്തെ കുറിച്ച് അനവധി പരാതികൾ KPCC ഓഫീസിലും AICC ആസ്ഥാനത്തും ഒക്കെ കിട്ടിയിട്ടുണ്ട്. തുറന്നു പറയാലോ, ഞാനൊരു സ്ത്രീലമ്പടന. അന്നൊക്കെ കോൺഗ്രസ്സുകാർ അത് പൂഴ്ത്തി വെക്കാൻ, പതുക്കി വെക്കാൻ, അദ്ദേഹത്തെ വെള്ളം പൂശാൻ പരമാവധി സംരക്ഷിക്കാനുമാണ് ശ്രമിച്ചത്. അതവനൊരു അബദ്ധം പറ്റിയതാ, എനിക്കല്ലേ അബദ്ധം പറ്റിയത്. അതുകൊണ്ടാണ് ആദ്യമായിട്ടൊരു പരാതി രേഖാമൂലം കിട്ടി എന്നറിഞ്ഞപ്പോൾ തന്നെ ഇദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനും, നിയമസഭാ കക്ഷിയിൽ നിന്ന് പുറത്താക്കാനും, പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാനും VD സതീശൻ മുൻകൈ എടുത്തു. ഈ പരിപാടി ഞാൻ സമ്മതിക്കില്ല. എനിക്കുണ്ട് അമ്മയും പെങ്ങന്മാരും അമ്മായും ഒക്കെ. ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല. അതേതായാലും നന്നായി. നിനക്കെങ്കിലും തോന്നിയില്ല ചോദിക്കാൻ? പൊതുവെ ഒരു ചൊല്ലുണ്ടല്ലോ, മലയാളത്തിലുള്ള ഒരു ചൊല്ലാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. നാറിയവനെ ചുമന്നാൽ ചുമന്നവരും നാറും. രാഹുലിനെതിരായിട്ട് നിരവധി പരാതികൾ, അനവധി പരാതിക്കാരുണ്ട്. അതിൽ സമൂഹത്തിന്റെ വിവിധ ശ്രേണികളിൽപ്പെട്ട ആളുകളുണ്ട്. മാധ്യമപ്രവർത്തകരുണ്ട്, രാഷ്ട്രീയ പ്രവർത്തകരുണ്ട്, സാധാരണക്കാരുണ്ട്, സ്കൂൾ വിദ്യാർത്ഥിനികൾ വരെ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എടാ മുതുകാളെ, നിനക്ക് ഇതിന് എന്ത് സുഖം കിട്ടുന്നത്? മാത്രമല്ല ഇയാളുടെ രീതികൾ എന്ന് പറയുന്നത് അതിവിചിത്രവും മിക്കവാറും ഭയാനകവുമാണ്. ഈ പരാതിക്കാർ പറയുന്നത് കേട്ടാൽ നമ്മുടെ ചോര ഉറഞ്ഞു പോകും. അതുപോലത്തെ അതിക്രമങ്ങളാണ് പുള്ളി ഓരോ സ്ത്രീയോടും ഓരോ പെൺകുട്ടിയോടും ചെയ്തത്. ഇയാൾക്ക് എന്താണ് വയ്യേ? അപ്പോൾ അതിൻ്റെ ഒന്നും വിശദാംശങ്ങൾ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല, താല്പര്യപ്പെടുന്നു. സൈക്കോസിന്റെ പല അവസ്ഥാന്തരങ്ങളും കേട്ടിട്ടുണ്ട്, പക്ഷെ ഇത്ര ഭയാനകമായ ഒരു പ്രശ്നം ഇത് ആദ്യ. വളരെ മനോവിഭ്രാന്തി ബാധിച്ച ആളെ പോലെ ഒരു സൈക്കോപാത്ത് എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള പ്രവർത്തികളും പെരുമാറ്റങ്ങളുമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. നമ്മൾ ഈ ടിവിയിലും അല്ലെങ്കിൽ പൊതു രംഗത്തും കാണുന്ന സുസ്മേരവദനായ സുന്ദരനായ ഒരു രാഹുൽ മാങ്കൂട്ടത്തിലല്ല. വളരെ സ്വഭാവ വൈചിത്ര്യങ്ങളുള്ള വിചിത്രമായ പെരുമാറ്റങ്ങളും പൈശാചികമായ രീതികളും ഉള്ള ഒരു മനുഷ്യനാണ്. ഞാനൊരു വികാര ജീവിയാണ്. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ആഭാസനും അലവലാതിയുമാണ്. ഇയാളെ കോൺഗ്രസിൽ നിന്നല്ല ഒരു പാർട്ടിയിലും വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. അയാളെ ഏറ്റവും പെട്ടെന്ന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം എന്ന് ഈ മുതിർന്ന നേതാക്കൾ തീരുമാനിച്ചത് അവരുടെ മുമ്പിൽ ഇതിനു മുമ്പ് തന്നെ പല പരാതികളും ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഞാൻ 8 പെൺകുട്ടികളുടെ ചാരിത്രം നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പൊ ഗർഭിണികളാണ്. AICC ഓഫീസിൽ കിട്ടുന്ന പരാതികൾ, KPCCയിൽ കിട്ടുന്ന പരാതികൾ, അതിൽ പാർട്ടി നേതാക്കന്മാരുടെ ഭാര്യമാർ കൊടുത്ത പരാതികളുണ്ട്, ചില നേതാക്കന്മാരുടെ പെൺമക്കൾ കൊടുത്ത പരാതികൾ. കുടുംബത്തിൽ കയറ്റാൻ പറ്റില്ല. ഇത് 1-2 തവണ ഒരുപാട് തവണയായിട്ട് ഇയാളായിട്ട് കളിപ്പിക്കുകയാണ്. സംഭവിച്ചതൊന്നുമല്ല. MLA ആയിട്ട് അദ്ദേഹത്തിന്റെ പ്രതാപം വർദ്ധിച്ചു, അദ്ദേഹത്തിന്റെ പരാക്രമവും വർദ്ധിച്ചു. പുള്ളി മണ്ഡലത്തിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പകരം ഇതുപോലെ ഓരോ സ്ത്രീകൾക്ക് ഗർഭമുണ്ടാക്കി കൊടുക്കുന്നതിലാണ് സ്പെഷ്യലൈസ് ചെയ്ത് എന്ന് ഞാൻ പറഞ്ഞാൽ അത് കേൾക്കുന്നവർക്ക് വളരെ അരുചികരമായിട്ട് തോന്നും. പക്ഷെ സത്യം അതാണ്. ഏകദേശം ഈ ഞാനും ഒരേ റൂട്ടാ. അങ്കിളുടെ വിഷയങ്ങളിൽ എനിക്കും ലേശം ടേസ്റ്റ് ഉണ്ട്. ഏത് വിഷയം? ഒന്നും അറിയാൻ പാടാത്ത പോലെ. നോക്കൂ, ആദ്യഘട്ടത്തിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഡിഫൻസ് എന്തായിരുന്നു? എനിക്കെതിരെ കേവലമായിട്ടുള്ള ആരോപണങ്ങൾ മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു കംപ്ലൈന്റ് ഇല്ല, ഒരു പരാതി ഇല്ല എന്നുള്ളതായിരുന്നു. ഇതുവരെ പോലീസ് കേസ് പ്രവാസി മലയാളിയായ യുവതിയുടെ ലൈംഗിക പീഡന പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അറസ്റ്റിൽ. സമാധാനമായല്ല. പാലക്കാട് KPM ഹോട്ടലിൽ നിന്നാണ് രാഹുലിനെ ക്രൈംബ്രാഞ്ച് സംഘം കസ്റ്റഡിയിലെടുത്തത്. വിദേശത്തുള്ള യുവതിയുടെ മൊഴി ഓൺലൈനായി വീഡിയോ കോൺഫറൻസിലൂടെ രേഖപ്പെടുത്തിയ ശേഷം അതീവ രഹസ്യമായാണ് FIR രജിസ്റ്റർ ചെയ്ത അന്വേഷണ സംഘം രാഹുലിനെ കസ്റ്റഡിയിലെടുത്തത്. അങ്ങനെ പവനായി ശവമായി എന്തൊക്കെ ബഹളമായിരുന്നു. അവിടെ അദ്ദേഹം പറയുന്നത് നിയമപ്രകാരം, ഇന്ത്യയിലെ നിയമപ്രകാരം കുറ്റകരമായിട്ടുള്ള ഒരു കാര്യവും ഞാൻ ചെയ്തിട്ടില്ല എന്ന വാദം പറയുന്നു. ആ ഘട്ടത്തിലും ചില ആളുകൾ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നു. ആണുങ്ങളാവുമ്പോ കല്യാണത്തിന് മുൻപും പിൻപും പല സ്ത്രീകളുമായിട്ടൊക്കെ കൊണ്ടാവും. ദാറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. ഓഹോ. അതിനുശേഷം ഇതാ ഇപ്പൊ പരാതിക്കാരി മുന്നോട്ട് വന്നിരിക്കുന്നു. അപ്പൊ പരാതിക്കാരിയുടെ ക്രെഡിബിലിറ്റിനെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വാദങ്ങൾ നടത്തുന്നു. അതുകൊണ്ട് ഈ പരാതിക്കാരിനെ നെഗേറ്റ് ചെയ്യുന്നത് കൊണ്ട് ഇദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും ഇല്ലാതാവുന്നുണ്ടോ? ഇദ്ദേഹത്തിനെതിരെ ആദ്യത്തെ ആരോപണം ഉന്നയിച്ചത് ഈ പരാതിക്കാരിയല്ല, റിനി ആൻ ജോർജ് എന്ന് പറയുന്ന മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള ഒരു സിനിമാ താരവും മാധ്യമ പ്രവർത്തകയാണ്. സാറേ, അങ്ങാട് കളിക്കല്ലേ, അതൊരു പെശക് സാധനം ഉണ്ടാ. അവർ പറഞ്ഞത് തനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് മോശമായിട്ടുള്ള അനുഭവം ഉണ്ട് എന്നുള്ളതാണ്. വഴിയിലെങ്ങാനും കമ്പയിൽ തുണി ചുറ്റി വെച്ചാൽ മതി, മണപ്പിച്ച് നോക്കാൻ നടക്കും. പെണ്ണാണോ? അത് ഇതൊരു പെൺകുട്ടിയുടെ വിഷയം അല്ലല്ലോ. ഇപ്പൊ പുറത്ത് വന്നിരിക്കുന്നത് തന്നെ പല പെൺകുട്ടികളുടെ വിഷയങ്ങളുണ്ട്. എന്റെ കസ്റ്റമേഴ്സ് മുഴുവൻ സ്ത്രീകളാ, അതിലാണ് ഞാൻ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. അതിലൊരു പെൺകുട്ടിയുടെ വോയിസ് റിപ്പോർട്ടർ ചാനലും 24 ചാനലും കൊടുത്തിട്ടുണ്ട്. അതിൽ ആ കുട്ടി പറയുന്നുണ്ട് ആ കുട്ടിയെ വിവാഹം കഴിക്കാന്ന് പറഞ്ഞ് ലൈംഗിക ബന്ധത്തിന് ഏർപ്പെടുത്തിയെന്ന്. അത് ഒരു സന്തോഷത്തിന്, അത് തെറ്റാണെങ്കിൽ ക്ഷമിച്ചേരാം, മാപ്പ് പോരെ. അപ്പൊ ഒരാൾക്ക് എത്ര പേരോടാണ് പ്രണയം തോന്നുന്നത്? എത്ര പേരുടെ അടുത്താണ് കുഞ്ഞിനെ വേണം എന്ന് പറയുന്നത്? അവനെ ഒരേ കുഞ്ഞിക്കാല് കാണണം. കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിരിക്കുന്ന വേറെ പെൺകുട്ടികളും ഉണ്ട്. പക്ഷെ അവരാരും പരാതിയായിട്ട് വരാത്തത് കൊണ്ട് ഇപ്പൊ രക്ഷപ്പെട്ട് നിൽക്കുന്നതാണ്.
അത്രയും വിചാരിച്ചാൽ മതി. അവർക്ക് ധൈര്യമില്ല പരാതിയായിട്ട് വരാൻ. ഇതൊരു വിഷയമല്ല എന്നുള്ളതാണ്. അതിപ്പോ പുതിയതൊന്നും അല്ലല്ലോ, ഇവന്റെ സ്ഥിരം പരിപാടിയല്ലേ. ഇത് എക്സ്പോസ് ചെയ്യപ്പെടുക തന്നെ ചെയ്യും. ഇതൊരു വിഷയമായിട്ട് നിൽക്കുമെന്ന് കരുതണ്ട. എത്ര നാളിങ്ങനെ ന്യായീകരിക്കുന്നു കാണണം. എത്ര സ്ത്രീകൾക്ക് ഇതുപോലുള്ള മെസ്സേജുകൾ അയച്ചിട്ടുണ്ട്. 24 മണിക്കൂറിനുള്ളിൽ ഇവൻ എന്റെ കഴുത്തിൽ കളഞ്ഞില്ലെങ്കിൽ നിന്നെ എല്ലാ സ്ത്രീകൾ, ഞാൻ പറയുന്നു, എല്ലാ സ്ത്രീകളും മുന്നോട്ട് വരികയാണെങ്കിൽ ഇത് ഇന്റർനാഷണൽ ലെവൽ ന്യൂസ് ആവും. എരുതിയിൽ മണ്ണെണ്ണ ഒഴിക്കുന്നവള അവള്. അമേരിക്കയിൽ പോലും ഇത് വാർത്തയാവും. ഞാൻ പറയാണ്, അത്രയധികം സ്ത്രീകൾക്ക് മെസ്സേജുകൾ എല്ലാവർക്കും. അപ്പൊ ഒരാൾക്ക് പ്രണയം തോന്നും. അതിൽ ലക്ഷ്യം എന്താണ്? അവർക്ക് അറിയുന്ന ഒരു കാര്യം അവർ പറഞ്ഞതല്ലേ. എവിടുന്ന് വന്നടാ ഇവനൊക്കെ? രണ്ടാമത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തെളിവുമായിട്ട് വന്നതും ഈ പറയുന്ന പെൺകുട്ടിയല്ല. അത് ഹണി ഭാസ്കർ എന്ന് പറയുന്ന സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമായിട്ടുള്ള ഒരു ഇടതുപക്ഷ പക്ഷത്ത് നിന്നുകൊണ്ട് രാഷ്ട്രീയ സാമൂഹിക വിഷയങ്ങളിൽ അഭിപ്രായം പറയുന്ന ഒരു പെൺകുട്ടി തനിക്ക് ഇൻബോക്സിൽ കിട്ടിയിട്ടുള്ള ഒരു മെസ്സേജുമായി ബന്ധപ്പെട്ടിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു ആരോപണം ഉന്നയിക്കുന്നത്. ഇന്ന് വരാം തല്ലുകൊള്ളും. പിന്നീട് അങ്ങോട്ട് ഈ ദിവസം വരെ എൻ്റെ അറിവിൽ 6 or 7 ആരോപണങ്ങൾ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുണ്ട്. അതിൽ ശ്രീ ജെയ്സി തോമസ് കഴിഞ്ഞ തവണ ഉന്നയിച്ചിട്ടുള്ള ഒരു കോൺഗ്രസിന്റെ MP-യുടെ മകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പരാതിയുണ്ട്. ഇത്ര അടുത്ത കൂട്ടുകാരനായ സ്ഥിതിക്ക് തനിക്ക് അയാളോട് പറഞ്ഞുകൂടെ? ഡയലോഗ് കൊണ്ട് കഴിഞ്ഞു ആളത്ര വെടിപ്പല്ല. അതിൽ ആ കോൺഗ്രസിന്റെ MP തന്നെ AICCക്ക് കൊടുത്തിട്ടുള്ള പരാതിയുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ കുട്ടിയുടെ പിതൃത്വം ഏറ്റെടുക്കാതെ ഞങ്ങൾ ഒരു കോംപ്രമൈസിനും തയ്യാറല്ല. കോൺഗ്രസിന്റെ തന്നെ മുതിർന്ന 2-3 നേതാക്കന്മാരുമായി ബന്ധപ്പെട്ട് അവരുടെ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട പരാതികളുണ്ട്. ഈ പെൺകുട്ടിക്ക് പുറമെ തന്നെ മറ്റ് 2 മാധ്യമ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന മറ്റ് 2 പെൺകുട്ടികളുമായി ബന്ധപ്പെട്ട പരാതിയുണ്ട്. ഇത് ഒരുപാടുണ്ടല്ലോടാ. അതായത് ഈ സംഭവങ്ങളെല്ലാം കാണിക്കുന്നത് ഇദ്ദേഹം ഒരു പ്രിഡേറ്റർ മൈൻഡ് സെറ്റ് ഉള്ള ആളാണെന്നുള്ളതാണ്. അതല്ലാതെ ഒരു തെറ്റായി പോയിട്ടുള്ള ഒരു പ്രണയബന്ധമോ അല്ലെങ്കിൽ പിന്നീട് തമ്മിൽ പിരിഞ്ഞതിന് ശേഷം കലഹത്തിന്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നമോ ഒന്നുമല്ല ഇത്. എന്റെ സ്വഭാവം നിനക്കറിയില്ല, ഒന്ന് പറഞ്ഞോടേ. ഇദ്ദേഹം വളരെ കൃത്യമായിട്ടുള്ള ഒരു പ്രിഡേറ്ററി നേച്ചറുള്ള ഒരു പ്രത്യേക വൾണറബിലിറ്റി കൈൻഡിൽ വരുന്ന പെൺകുട്ടികളെ കൃത്യമായി ടാർഗറ്റ് ചെയ്ത് ഒരു കൃത്യമായിട്ടുള്ള മൊഡസ് ഓപ്പറാൻഡിയോട് കൂടിയിട്ട് അവരെ അപ്രോച്ച് ചെയ്ത് എങ്ങനെ ശാസ്ത്രീയമായിട്ട് പിടിക്കാം. ലവ് തെറാപ്പി, ലവിന്റെ തെറാപ്പി. അവർക്ക് വിവാഹ വാഗ്ദാനം കൊടുത്ത് അവരെ ഇത്തരത്തിൽ ശാരീരിക ബന്ധത്തിന് ഉപയോഗിച്ചതിന് ശേഷം അവരെ നിഷ്കരണം തള്ളിക്കളയുന്ന, അവരെ ഗർഭിണിയാക്കുക, ബോധപൂർവം ഗർഭിണിയാക്കുകയും പിന്നീട് അതിനുശേഷം അത് ഗർഭഛിദ്രം നടത്തിക്കുകയും ചെയ്യുന്ന ഒരു ക്രിമിനൽ മൈൻഡ് സെറ്റ് ഉള്ള ആളാണെന്നുള്ളതാണ്. നിനക്ക് നാണമുണ്ട്. അപ്പോൾ ഇതിനു മുമ്പ് തന്നെ ഇദ്ദേഹത്തെ കുറിച്ച് ഈ രീതിയിലുള്ള പരാതികളുണ്ട്. ഇത് ആദ്യത്തെ പരാതിയോ അവസാനത്തെ പരാതിയോ അല്ല. ചില കോൺഗ്രസ് നേതാക്കന്മാരുടെ ഭാര്യമാർ പരാതി പറഞ്ഞിട്ടുണ്ട്, ചിലരുടെ പെൺമക്കൾ പരാതി പറഞ്ഞിട്ടുണ്ട്. ഭഗവാനെ, ഇവനെ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇവരൊക്കെ പരാതികൾ KPCCയിൽ ഇരിപ്പുണ്ട്, AICCയിൽ ഇരിപ്പുണ്ട്, മറ്റു പല സ്ഥലത്തും ഇരിപ്പുണ്ട്. ഇവരാരെങ്കിലും പോലീസിൽ ഈ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇയാൾ പണ്ടേ ജയിലിൽ പോയാൽ. അങ്ങനെ സംഭവിക്കില്ല. സംഭവിക്കും. നീ സെൻട്രൽ ജയിലിലേക്ക് ഒരു വാഗ്ദാനം വേണ്ട. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? കോൺഗ്രസ് പാർട്ടിയുടെ നിർഭാഗ്യം കൊണ്ട്, അല്ലെങ്കിൽ UDFന്റെ നിർഭാഗ്യം കൊണ്ട്, അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള ആളുകളുടെ നിർഭാഗ്യം കൊണ്ട്. നമ്മുടെ നിർഭാഗ്യം എന്താണെന്ന് ഇത് കഴിഞ്ഞിട്ട് പറയാം. എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഇയാൾ പാലക്കാട് നിന്ന് ജയിച്ച MLA. ഞാനിതൊക്കെ അനുഭവിക്കണം. എന്നാലെങ്കിലും ഒരു മിതത്വം പാലിക്കട്ടെ. പഴയ പോലെ അല്ലല്ലോ, ഒരു ജനപ്രതിനിധി അല്ലേ. ഒറ്റടിക്കല്ലേ തെളിഞ്ഞു വന്ന ലൈഫിന്റെ ഫിലമെന്റ് അടിച്ചു പോയത്. എന്റെ കയ്യിലിരിപ്പിന്റെ കുഴപ്പ കണ്ട പെണ്ണുങ്ങളെ കയറി പിടിക്കാൻ നിന്നോട് ആര് പറഞ്ഞു? ഇയാളുടെ പതനം കാത്ത് CPM-കാർ ഒരു ഭാഗത്ത് BJP-കാർ മറുഭാഗത്ത് നിൽക്കുന്നുണ്ട് എന്ന ഓർമ്മയെങ്കിലും വേണ്ടേ? അതുപോലും ഇല്ലാതെ പുള്ളി പഴയ പ്രവൃത്തി പഴയ പോലെ തന്നെ തുടരും. എന്ത് ചെയ്യാൻ സെറീന, സ്ത്രീകൾ എന്നും എന്റെ വീക്ക്നെസ് ആയിപ്പോയി. പിന്നെ അനുഭവിച്ചോട്ടോ. അപ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അന്നത്തെ നിലയ്ക്ക് എടുക്കാവുന്നതിൽ ഏറ്റവും ധീരമായ തീരുമാനമാണ് സതീശൻ എടുത്തത്. ഇനിയേ ഒരു തീരുമാനം എടുക്കാതെ നടക്കുകയല്ല. തുടക്കത്തിലെ കല്ല് കടിച്ചാ പിന്നെ അത് ശരിയാവൂല. KPCCയെ കൊണ്ട് അംഗീകരിപ്പിച്ചു. സതീശന്റെ മാത്രം തീരുമാനമല്ല. ഇയാളെ ഇനി ഒരു മിനിറ്റ് പോലും വച്ചുകൊണ്ടിരിക്കരുത് എന്നാവശ്യപ്പെട്ട ആദ്യത്തെ ആൾ രമേശ് ചെന്നിത്തലയാണ്. ഇനി ഒരു നിമിഷം ഇതിനെ സഹിക്കാൻ പറ്റിയല്ല. യൂട്യൂബ് ബ്രൂട്ടസ്, നീ എന്നെ തള്ളി പറയാണല്ലേ? നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. രണ്ടാമത്തെ ആൾ ജോസഫ് വാഴക്കനാണ്. ഈവൻ KC വേണുഗോപാലിന്റെ ഭാര്യ വരെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് നമ്മൾ ഓർക്കുന്നില്ലേ? അത്രയും ആഭാസനാണ്, വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവനാണ്. എന്ന് പരക്കെ ബോധ്യമുള്ള കാര്യമാണ്. അല്ലാതെ രാഷ്ട്രീയ വിരോധം തീർക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ആരോപണമല്ലല്ലോ. അതിലത്തെ ഒരു പരാതിക്കാരി അവസാനം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇത്രയും കാലത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ വാഴ്ത്തുപാട്ടുകളും അദ്ദേഹത്തെ വിശുദ്ധനാക്കാനുള്ള ശ്രമങ്ങളും ഒക്കെ കൊണ്ട് താൻ വല്ലാതെ ആക്രമിക്കപ്പെടുകയാണെന്ന് തോന്നിയപ്പോൾ ഒരു ഘട്ടത്തിൽ ഒരു പെൺകുട്ടി പുറത്തു വന്നിരിക്കുന്നു. ഒരു പാഠം പഠിപ്പിക്കണം.
ഈ പെൺകുട്ടിയെ ഈ പറയുന്നത് പോലെ രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു ആരോപണമാണ്. ഈ പെൺകുട്ടി ആരുടെ ഏജന്റ് ആണെന്ന് പറഞ്ഞ് ഇവരുടെ വിശ്വാസ്യത തകർക്കുന്നതുകൊണ്ട് ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാം ഒതുങ്ങുമെന്നുള്ള വിശ്വാസം എനിക്കില്ല. സ്റ്റാനിസ്ലാവ്സ്കി, ഇത് വെറും തുടക്കമാണ്. ബാക്കി നീ അറിയാൻ പോകുന്നതേ ഉള്ളൂ. മൂന്നാമത്തെ കാര്യം അദ്ദേഹം പറയുന്ന ഏറ്റവും അടിസ്ഥാനരഹിതമായിട്ടുള്ള ഡിഫൻസ് എന്ന് പറയുന്നത് ഈ പെൺകുട്ടി വിവാഹിതയാണെന്നും വിവാഹിതയായതിനു ശേഷം കൺസെൻഷ്വൽ ആയിട്ടുള്ള സെക്ഷൽ റിലേഷൻഷിപ്പിലാണ് ഞങ്ങൾ ഏർപ്പെട്ടതെന്നും അതുകൊണ്ട് ഗർഭം തന്റേതല്ല ഭർത്താവിൻ്റെതാണ് എന്നുള്ളതാണ്. അതെവിടുത്തെ ന്യായമാ? വെറുതെ കിടന്ന് ഉരുളാദാശനെ. അദ്ദേഹത്തിന്റെ തന്നെ ജാമ്യ ഹർജിയിലെ മറ്റൊരു ഭാഗത്ത് പറയുന്ന കാര്യത്തോട് കോൺട്രാഡിക്ടറി ആണ്. കാരണം അദ്ദേഹം പറയുന്നു ഈ പെൺകുട്ടി ഗാർഹിക പീഡനത്തിന് ഇരയായിരുന്നു, ഭർത്താവുമായി പിരിഞ്ഞു താമസിക്കുകയായിരുന്നു, അവരുടെ കഥകൾ തന്നോട് പറഞ്ഞതിന്റെ സിമ്പതിയിൽ നിന്നാണ് താൻ ഈ പെൺകുട്ടിയുമായിട്ട് ബന്ധത്തിൽ ഏർപ്പെടുന്നത്. പിന്നെന്താ ഞാനിതൊക്കെ ചെയ്യാൻ കാരണം? എന്റെ മനുഷ്യത്വം, വേറെ മനുഷ്യത്വം. അപ്പോൾ ഈ പെൺകുട്ടി ഭർത്താവുമായിട്ട് നല്ല റിലേഷനിലല്ലെന്നും പിരിഞ്ഞു നിൽക്കുകയാണെന്നും ആ അവസരമാണ് താൻ ഉപയോഗിച്ചതെന്നും പറയുകയും പിന്നീട് അവർ ഗർഭിണിയായപ്പോൾ ഇയാൾ വാട്സപ്പിൽ അയച്ചിട്ടുള്ള മെസ്സേജ് പൊതുസമൂഹത്തിന്റെ മുന്നിലുണ്ട്. എന്താണ് ഞങ്ങളെ കണ്ട് അല്ല നിങ്ങൾ കണ്ടല്ലേ ഐ വാണ്ട് ടു മേക്ക് യു പ്രഗ്നന്റ് എന്ന് പറയുന്നത് എന്നെ എനിക്ക് ഗർഭിണിയാക്കണം എന്ന് പറയുന്നതിന്റെയും പിന്നീട് ഗർഭിണിയായതിനു ശേഷം ഗർഭചിത്രം നടത്താൻ നിർബന്ധിക്കുന്നതിന്റെ ശബ്ദ സന്ദേശം, അതിൽ അവരെ അസഭ്യം പോലും പറയുന്ന കാര്യങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിലുണ്ട്. പാലം കിടക്കോളം നാരായണ, പാലം കിടന്നു കഴിഞ്ഞാൽ കൂരായണ എന്ന് പറഞ്ഞ പോലെ ആയത്. അപ്പൊ ഗർഭിണിയായെന്നും ഗർഭചിത്രം നടത്തിച്ചെന്നും ഈ മരുന്ന് കൊണ്ടേ കൊടുത്ത് ഇദ്ദേഹത്തിന്റെ സുഹൃത്തായിട്ടുള്ള മറ്റൊരാളാണെന്നും ഇതിനുശേഷം ഈ ഒരു ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ എന്താണ് നിന്നെ കൊല്ലാൻ വേണ്ടിയിട്ടാണോ ഈ മരുന്ന് തന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞതൊക്കെ മുന്നിൽ നിൽക്കുമ്പോൾ ഈ പറയുന്ന കുറ്റത്തിൽ നിന്ന് ഇയാൾക്ക് എങ്ങനെ ഒഴിവാൻ കഴിയാം? നിനക്കിനി ജയിക്കണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ. കുടുംബക്ഷേത്രത്തിലേക്ക് ഒരു നേർച്ച നേർന്നേക്ക്, ചിലപ്പോ ഫലിച്ചേക്കും. ഇനി അവർ വിവാഹിതയാണെങ്കിൽ ഇയാൾക്കെതിരെ BNS സെക്ഷൻ 84 കൂടി നിലനിൽക്കും. വിവാഹിതയായിട്ടുള്ള സ്ത്രീയോട് വിവാഹിതയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവരെ ശാരീരിക ബന്ധത്തിലേക്ക് ഏർപ്പെടാൻ വേണ്ടി എൻറ്റൈസ് ചെയ്യുന്നത് BNS സെക്ഷൻ 84 പ്രകാരം ക്രിമിനൽ കുറ്റമാണ്. പുതിയ നിയമങ്ങളൊക്കെ അറിയാലോ അല്ലേ? ഇങ്ങനെ ഒരു ഉടക്ക് കിടക്കുന്നത് ഞാൻ അറിഞ്ഞു. അവരെ ശാരീരിക ബന്ധത്തിലേക്ക് ഏർപ്പെടാൻ വേണ്ടി എൻറ്റൈസ് ചെയ്യുന്നത് BNS സെക്ഷൻ 84 പ്രകാരം ക്രിമിനൽ കുറ്റമാണ്. 2 വർഷം തടവ് കിട്ടുന്ന കുറ്റമാണ്. അതെന്ത് കോപ്പറേ നിയമ? അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാദം ഇവര് വിവാഹിതയാണ് എന്നതാണെങ്കിൽ വിവാഹിതയാണെന്ന് അറിഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു സ്ത്രീയുമായിട്ട് ഒരു ഇല്ലിസിറ്റ് സെക്ഷൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്നത് അധാർമികമല്ലേ? ഒരു MLA സ്ഥാനത്തിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനം യോജിച്ചിട്ടുള്ള പ്രവർത്തനമാണോ അത് പോയിന്റ്? ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടെന്നറിഞ്ഞ് ഒരു രക്ഷകനായിട്ട് അവതരിച്ച് അവരുടെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്തിട്ട് അവരെ ഇങ്ങനെ ഗർഭിണിയാക്കുകയും ഗർഭചിത്രം ചെയ്യിക്കുകയും ചെയ്യുന്നത് ഒരു രാഷ്ട്രീയ നേതാവിന് യോജിച്ചിട്ടുള്ള പെരുമാറ്റമാണ്. എന്തിനാടാ ദിനേശ നാട്ടുകാരെ ചിരിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോന്ന് ചെയ്ത് കൂട്ടുന്നത്? അപ്പോൾ BNS സെക്ഷൻ 89 നിർബന്ധിത ഗർഭചിത്രം എന്ന് പറയുന്ന വകുപ്പ് അദ്ദേഹത്തിന് അതിൽ നിലനിൽക്കും. സെക്ഷൻ 84 കൂടി അധികമായിട്ട് നിലനിൽക്കുന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ജാമ്യ ഹർജി വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. ശരി, ഓക്കെ. ആദ്യം ഒരു അല്പ അസൗകര്യം കാണും, പിന്നെ അത് ശീലമായിക്കോളും.